ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് രാത്രിയില് എന്താ പറഞ്ഞ ശബ്ദം കേൾക്കുന്നു പേടിക്കുന്നു എന്നൊക്കെ. ആണ് ലിഫ്റ്റ് ഇതാണ് ലിഫ്റ്റ്. ഓ തുറന്നോളൂ. ഓ തുറക്കാം. തുറക്കൂ. ഇതെങ്ങനെ നമ്മള് തുറക്കുന്നേ? ശരി, എനിക്ക് പേടിയല്ല ഇങ്ങനെ തുറന്നോളൂ. തുറക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഓ യെസ്, അങ്ങനെയാണ്. മുഴുവൻ തടിയാണ്, ഫുൾ വുഡാണ്. ഞാനൊന്ന് കേറി നിൽക്കട്ടെ. യെസ്, അടച്ചേട്ടെ. ഓക്കെ ബൈ. ഇതെല്ലാം തടിയാണ്. ഇത് മുഴുവൻ തടി കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ലിഫ്റ്റ് അല്ലേ? ഇത് ഏത് കാലം വരെ വർക്ക് ചെയ്യായിരുന്നു? 2008 വരെ വർക്ക് ചെയ്യുമായിരുന്നു. അമ്മൂമ്മയ്ക്ക് വേണ്ടി ഞാൻ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ശരി. സ്വിച്ച് ഒക്കെ ഇപ്പഴും നമുക്ക് തോന്നുന്നു ഇതിൽ സ്വിച്ച് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ശരിയാക്കി കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഇതിന്റെ ഒരു സെലക്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ബട്ടൺ നോക്കുമ്പോ ഇന്ന ഫ്ലോർ നിക്കണമെന്ന്. അത് ചീത്തയായി പോയി, അതിന് കിട്ടുകയില്ല. കമ്പനി ഗ്രൗണ്ട് പ്ലസ് 2. ഗ്രൗണ്ട് പ്ലസ് 2 1 2. അതെ, ഇതാണ് കമ്പനി പേര്. അടുത്തുനിന്ന് സ്റ്റിഗ്ലർ. ഇറ്റലിയിലെ മിലാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നുള്ളതാണ് കൊണ്ടുവന്നതാണ്. ഇതാരെ സായിപ്പായിരിക്കും കൊണ്ടുവന്നു. ഇതൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നാണോ? ഇതൊക്കെ വല്യമ്മ ഒരു പടം വെച്ചാണ്. ഈ ഡിസൈനൊക്കെ വല്യമ്മയുടെ ഐഡിയ ആണ്. അത് ശരി. നമുക്ക് ഇത് പഴയ ഇതാണ്, പഴയ അരിക്കൊമ്പൻ. എന്താ കാളവണ്ടിയും ആനയും കാട്ടാന. ഇത് ഇപ്പോഴേ ഇതിനെ പറ്റി തമാശ പോലെ കഥ പറയുകയാണെങ്കിൽ ഇവരിതാ കാളവണ്ടിയിൽ അരി കൊണ്ടുവന്നു. അന്നത്തെ അരിക്കൊമ്പൻ എന്താ മോളിരിക്കുന്നു. ഇത് നമ്മുടെ ഇതിന്റെ നാലുകെട്ട്. മഴക്കാലത്ത് അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ വെള്ളം പോകുന്ന ഓവൊക്കെ അടച്ചിടുവായിരുന്നു. എന്നൊക്കെ കൃത്യസമയത്ത് മഴ വരുന്ന കാലത്ത് നമ്മുടെ ഇന്നത്തെ പോലെ അല്ല അല്ലെ? വെള്ളം ഈ പടി വരെ ഇങ്ങനെ നിൽക്കും. ഒരാഴ്ച. ഇതൊക്കെ നമുക്ക് റീവർക്ക് ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോ ഇത്രയും ഭാഗം ഒന്ന് റീവാമ്പ് ചെയ്താ. പക്ഷെ അതിന്റെ മുകളില് പഴയ കാസ്റ്റേണ്. അപ്പൊ അതൊക്കെ ഇനി എങ്ങനെ ചെയ്യും എന്നുള്ളതല്ലേ. ഈ നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം തടിയാണോ? ആ മുകളിലൊക്കെ എല്ലാം തടിയല്ലേ? തടിയാണ്. അതുകൊണ്ട് ചിലപ്പോ പേടി ഉണ്ടാവാറുണ്ടോ? ഈ തടി അങ്ങനെ ദ്രവിച്ച് താഴേക്ക് വീണാലോ എന്നുള്ളൊരു ടെൻഷൻ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ടോ? തടി ദ്രവിച്ച് താഴെ വീഴാറുണ്ട്. ഉണ്ട്. അയ്യോ, അപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്ന അത്ര സേഫ് അല്ലാത്ത ഒരു കാര്യമാണല്ലേ. ഞാൻ മാറിക്കോളാം. എത്ര വർഷം ഓർമ്മകളുള്ള ഒരു സ്ഥലമല്ലേ? എത്രയോ വർഷങ്ങളുടെ ഓർമ്മയുള്ള. ഞങ്ങള് പറഞ്ഞില്ലേ, ഞങ്ങള് ജനിക്കുന്നത് ഇവിടെ തന്നെ. വല്യമ്മ തൊട്ട് ഞാൻ വരെ ഇവിടെ ഉണ്ടാവുന്നത്. സാറിന്റെ അടുത്ത ജനറേഷൻ ആയപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് മാറിയില്ലേ? ഞങ്ങൾ എല്ലാരും ഇവിടെ ജനിച്ച ഒരു മുറിയുണ്ട്. ആ മുറിയിലാണ് അന്നത്തെ പ്രസവ മുറിയായിരുന്നല്ലേ? ആ മുറി എവിടെ കാണാൻ പറ്റുമോ നമുക്ക്?